നമ്മ ഈ യുവാക്കളിൽ ഇപ്പോൾ സ്ട്രോക്ക് ഒരുപാടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനുള്ള റീസണൊക്കെ പൊതുവിൽ എന്തൊക്കെയായിരിക്കും? പ്രായഭേദമന്യേ വരാവുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക്. പണ്ടൊക്കെ വയസ്സായവർ 60 വയസ്സ് കഴിഞ്ഞോ ഹൈപ്പർ ടെൻഷൻകാർക്കാണ് സ്ട്രോക്ക് വരുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുട്ടികൾക്ക് വരെ വരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താ? ഈ സ്ട്രെസ് എന്ന് പറയുന്ന അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഒന്നുകിൽ ബർഡനായിട്ട് ഹെവി ഡ്യൂട്ടി ഉണ്ടാവും, പഠിത്തത്തിലായിക്കോട്ടെ വർക്കിലായിക്കോട്ടെ. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ വരുമ്പോൾ എന്തായാലും ഹെവി ഇതാണ് ഷെഡ്യൂൾ വരും. ആ ഷെഡ്യൂൾ വഴി തന്നെ സ്ട്രെസ്സ് വരാം, സ്ട്രെയിൻ വരാം. അങ്ങനെ വേണമെങ്കിൽ ഈ ക്യാപ്പിലറീസിനും ഒക്കെ ഡാമേജ് വരാവുന്നതാണ്. ബ്രെയിനിന് ഇഞ്ചുറിയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് വരുമ്പോൾ ആണ് നമ്മൾ ഈ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. വർക്കിംഗ് ടൈം ഇന്ന സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഹോളിഡേയ്സ് നമ്മുടെ രാജ്യത്തിലൊക്കെ ഉള്ളൂ 7 ദിവസവും പണിയെടുക്കുന്നത്. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ 5 ദിവസം വർക്കും 2 ദിവസം ഹോളിഡേ ആണ്. നമ്മൾ അതൊക്കെ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ അതറിയില്ല. എന്നാലും സ്ട്രെസ്സ് കുറയ്ക്കുക, അവരവരുടെ കാര്യങ്ങളിൽ റിലീഫ് ആയിട്ട് റിലാക്സേഷൻ കണ്ടുപിടിക്കുക. മെഡിറ്റേഷൻ പോലുള്ള യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതൊക്കെ ചെയ്യുക. ഈ പറയുന്ന ആയുർവേദ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഒരു 3 മാസം ഇടവിട്ടെങ്കിലും ഒന്ന് വയറിളക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫ്രീ ആയിരിക്കും, ടോക്സിൻസ് ഒന്നും ഇല്ലാതെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഇതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എല്ലാ പ്രായക്കാർക്കും.